ഹായ് ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇന്ന് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു 3.5 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഭാവിയിലേക്ക് പാനലിൻ്റെ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റം ഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മിനിമം സോളാർ പാനൽസ് കണക്ട് ചെയ്ത് ഇപ്പോഴത്തെ കറണ്ട് ബില്ലിനെ മാത്രം കോമ്പൻസേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 3000 മുതൽ 5000 രൂപ വരെ ബില്ലേ ഉള്ളൂ. ഇനി ഭാവിയിലേക്കൊക്കെ ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മാരുതി പോലെ അല്ലെങ്കിൽ ഹ്യുണ്ടായി പോലെ കുറച്ചുകൂടെയൊക്കെ റിലയബിൾ ആയിട്ടുള്ള കമ്പനികൾ ഇലക്ട്രിക് കാറുകളൊക്കെ ഇറക്കുമ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം മേടിക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ സമയത്ത് നമുക്ക് വൈദ്യുതി ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. അതായത് വണ്ടി നമ്മൾ വീട്ടിൽ കുത്തി ചാർജ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ബില്ല് ക്രമാതീതമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നീട് പാനൽ വീണ്ടും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഒരു 10 യൂണിറ്റൂടെയൊക്കെ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലേക്ക് പ്ലാന്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലാന്റാണ് നമ്മളിവിടെ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ഫുൾ സ്വിങ്ങിലേക്ക് വരത്തക്ക രീതിയിൽ ഏകദേശം 6500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വെക്കുന്നു. ഒരു 3000 വാട്ട്സിന് മേലെ അല്ലെങ്കിൽ ഒരു 3500 വാട്ട്സ് വരെ തൽക്കാലത്തെ ഉപയോഗത്തിന് വേണ്ടി പാനലുകൾ ഇപ്പോൾ വെക്കുന്നു. ഒരു സ്ട്രിങ് ഫ്രീ ആക്കി നിർത്തുന്നു, അല്ലെങ്കിൽ ഒരു MPPT പോർട്ട് ഇൻവെർട്ടറിൻ്റെ ഫ്രീ ആക്കി വെക്കുന്നു. ഭാവിയിലേക്ക് നമുക്ക് 2500 3000 അല്ലെങ്കിൽ 5-6 പാനലൂടെ ആഡ് ചെയ്യത്തക്ക രീതിയിൽ അവിടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അവിടെ ഫ്രീ ആക്കി നിർത്തുന്നു. ആ രീതിയിലാണ് നമ്മൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, KSEBിയിൽ നിന്ന് പെർമിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫീസിബിലിറ്റി എടുക്കുമ്പോൾ നമ്മൾ 5 കിലോവാട്ടിന് തന്നെ തികച്ചും എടുക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് 3 മതി എന്ന് വിചാരിച്ച് 3 എടുക്കാതിരിക്കുക. കാരണം ഭാവിയിലേക്ക് എല്ലാവരും സോളാർ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഫീസിബിലിറ്റി കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പിന്നീട് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി അപ്ഗ്രേഡ് ചെയ്ത് കിട്ടേണ്ടി വരും. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി കുറേ സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫീസിബിലിറ്റി എടുക്കുന്ന സമയത്ത് 5 കിലോവാട്ട് തന്നെ ഫീസിബിലിറ്റി എടുക്കുക. ഇൻവെർട്ടർ 5 കിലോവാട്ടിൻ്റെ വെക്കുക. 3 കിലോവാട്ട് പാനൽ വെച്ചിട്ട് നമ്മുടെ ഒരു 5000 രൂപ വരെയുള്ള ബില്ല് നമുക്ക് അവിടെ കുറയ്ക്കാം. ഭാവിയിലേക്ക് ഇനി ഒരു 10000 രൂപ വരെയൊക്കെ ബില്ല് കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ EV ഒക്കെ ഒരു വീട്ടിൽ വാങ്ങിക്കുമ്പോൾ 2000-3000 റേഞ്ച് നിൽക്കുന്ന ബില്ല് ഒരു 10000-ഓളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സോളാർ പോലത്തെ മറ്റെന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തേക്ക് പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു നോൺ സബ്സിഡി സ്കീമിൽ അല്ലെങ്കിൽ നോൺ DCR പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പവർ പ്ലാന്റ് ആണ്. നമുക്ക് ഏകദേശം 1,60,000 രൂപ മുതലൊക്കെ 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റംസ് സബ്സിഡി ഇല്ലാതെ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇൻവെർട്ടറും പാനലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നോൺ DCR പാനൽസ് ആണ് കിട്ടുന്നത്. നോൺ DCR പാനലുകൾ എപ്പോഴും കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആണ്. ഒന്നാമത്തെ കാര്യം, നമുക്കത് അതിൻ്റെ പാർട്ടുകൾ അല്ലെങ്കിൽ സെല്ലുകൾ അല്ലെങ്കിൽ പാനൽ മുഴുവനായിട്ടാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ DCR എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത സെല്ലുകളും അല്ലെങ്കിൽ ഒരു പാനലിൻ്റെ കംപ്ലീറ്റ് പാർട്ടുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ നോൺ സബ്സിഡി ചെയ്യുമ്പോൾ നമുക്ക് നോൺ DCR പാനലുകൾ ഉപയോഗിക്കാം. അതായത് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ് എന്ന് പറയും. അപ്പോൾ അത് ആ റിക്വയർമെൻറ്റ് ഇല്ലാത്ത പാനലുകൾ, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്ന പാനലുകളോ അല്ലെങ്കിൽ സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് മോൾഡ് ചെയ്ത പാനലുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന പാനലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടെ ക്വാളിറ്റി കുറച്ചുകൂടെ അല്പം കൂടെ കൂടുതലായിരിക്കും എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇവിടത്തെക്കാളും കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള R&D ഒക്കെ കുറേ കൂടെയൊക്കെ പുറം രാജ്യങ്ങളിലാണ് അല്പം കൂടെ വികസിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന സെല്ലുകൾക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാകും. പിന്നെ ബൾക്ക് പ്രൊഡക്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കുറവാണ്. ഈ നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ പാനലുകൾ ഉപയോഗിക്കുന്നതിലും കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വളരെ കുറഞ്ഞ ചിലവിൽ നോൺ സബ്സിഡി സ്കീമിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നോൺ DCR പാനലുകൾ നമുക്ക് എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 595-ൻ്റെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് എങ്കിൽ നമുക്ക് അത് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. സബ്സിഡി സ്കീമിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 565-ൻ്റെയോ അല്ലെങ്കിൽ 560-ൻ്റെയൊക്കെ ഉള്ളൂ ടോപ്പ് ഓൺ പാനലുകൾ പല കമ്പനികളിലെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഏത് പാനൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ആവണം നിർബന്ധമില്ല. കാരണം നമ്മൾ സബ്സിഡിക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് ടെക്നോളജി വൈസൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചൈന, അതുപോലെ തന്നെ തായ്വാന്, യൂറോപ്യൻ യൂണിയൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണല്ലോ കൂടുതൽ പാനലുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. പണ്ട് കാലം പോലെ പാനലുകൾ ഇങ്ങോട്ട് വരുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അടുത്താണ് ഇന്ത്യയിലൊക്കെ സ്വന്തമായിട്ട് പാനലുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത് പൂർണ്ണമായിട്ട്. അപ്പോൾ മുൻപ് കാലം മുതലേ പുറം രാജ്യങ്ങളിലൊക്കെ ഈ സോളാർ ടെക്നോളജീസൊക്കെ നല്ലപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാകുമ്പോൾ കുറച്ചുകൂടെ ടെക്നോളജി വൈസും അവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസും അവിടുത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കുന്ന സെല്ലുകൾക്കും സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കൂടെ ഉണ്ടായിരിക്കുമെന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഡ്യൂറബിലിറ്റി വൈസും അതിൻ്റെ ഒരു വേഴ്സ്റ്റ് കണ്ടീഷനുള്ള പെർഫോമൻസ്, അതായത് നമുക്ക് നോർമൽ വെയിലുള്ള കണ്ടീഷനിൽ എല്ലാ പാനലുകളും ഒരുപോലെ ഒരു പക്ഷേ വർക്ക് ചെയ്തേക്കാം. ഓരോ സ്ഥലത്തെയും ഹ്യൂമിഡിറ്റിയും അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആംഗിളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും.
എന്നിരുന്നാലും നമുക്കൊരു വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, അതുപോലെ തന്നെ നല്ല മഴയുള്ള കാലാവസ്ഥയിൽ, ഒരു പരിധിക്കപ്പുറം ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഈ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സെല്ലുകൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന 580 വാട്ട്സിൻ്റെ നോൺ DCR, അതായത് നമ്മുടെ സെല്ലുകൾ ഒരു പരിധി വരെ പുറം രാജ്യങ്ങളിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സെല്ലുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നോൺ DCR പാനലുകൾ 6 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഇൻവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. 6500 വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 2 സ്ട്രിങ്ങുള്ള ഇൻവെർട്ടർ. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. 580 വാട്ട്സിൻ്റെ ടോപ്കോൺ ടെക്നോളജി വരുന്ന വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന 6 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന 3.5 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് കാണുന്നത്. നോൺ DCR പാനലുകളാണ്. നോൺ സബ്സിഡി സ്കീമിൽ 3.5 കിലോ വാട്ട് പാനലുകൾ വെച്ചിട്ട് 5 കിലോ വാട്ട് ഇൻവെർട്ടർ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഷീറ്റഡ് റൂഫിന് മുകളിൽ മിനി റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് FRP വാക്ക്വേസ് കൊടുത്തിട്ടാണ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിലവിൽ 3000 മുതൽ 5000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ കറക്റ്റാണ്. ഭാവിയിലേക്ക് ഒരു EV പോലത്തെ പവർ കൺസംഷൻ കൂടുതലുള്ള ഡിവൈസുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യത്തക്ക രീതിയിൽ 5 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വെച്ച ശേഷം ഇത്തരത്തിൽ 3.5 കിലോ വാട്ട് പാനലുകൾ വെച്ചിട്ടാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭാവിയിലേക്ക് ഉപയോഗം കൂടുന്ന സമയത്ത് പാനലുകൾ 4 അല്ലെങ്കിൽ 5 എണ്ണം ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 30 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള വളരെ സേഫ് ആയിട്ടുള്ള വാക്ക്വേ ആണ്. നല്ല ലെങ്ത്തിൽ നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ്. ഷീറ്റിന് മുകളിൽ 100 mm ഹൈറ്റ് വരുന്ന മിനി റെയിൽസ് ഉപയോഗിച്ചിട്ടാണ് പാനൽ ഇൻസ്റ്റലേഷൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 580 വാട്ട്സ് കപ്പാസിറ്റി വരുന്ന വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന ടോപ്പ് കോൺ ഹാഫ് കട്ട് ഗ്ലാസ് ടു ഗ്ലാസ് മോഡൽ വരുന്ന പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഏകദേശം 3.5 കിലോ വാട്ടാണ് ഇവിടെ കപ്പാസിറ്റി, പാനൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കിട്ടുന്നത്. 12 മുതൽ 16 യൂണിറ്റ് വരെ നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ ഡെയിലി പോസിബിൾ ആവുന്നതാണ്. ഇത് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിലും ഓൺ ആൻ ആവറേജ് നമുക്കൊരു 12-13 യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഷീറ്റഡ് ഏരിയ കവർ ആകത്തക്ക രീതിയിൽ ഒരു സിംഗിൾ സ്പൈക്ക് ലൈറ്റനിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 5 കിലോ വാട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു DC-DV അവൈലബിൾ ആണ്. SPD അതുപോലെ തന്നെ DC-MCB ഹാവൽസിൻ്റെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ AC-DBയിലും ഹാവൽസ് ബ്രാൻഡിങ്ങിൽ വരുന്ന സ്വിച്ച് ഗേഴ്സ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 32 ആംപിയറിൻ്റെ C കർവ് 2 പോൾ AC-MCB കൊടുത്തിരിക്കുന്നതാണ്. DC സൈഡിലും അതുപോലെ തന്നെ AC സൈഡിലും സെപ്പറേറ്റ് എർത്ത് ബെഞ്ചുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5 കിലോ വാട്ട് കപ്പാസിറ്റിയിലുള്ള 2 സ്ട്രിങ് അവൈലബിൾ ആയിട്ടുള്ള 2 MPPT വരുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ പല വർക്കുകളിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ഇതിൽ നമുക്ക് 6500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 550 വോൾട്ട് വരെ VOC സപ്പോർട്ട് ചെയ്യും. നിലവിൽ നമ്മൾ 6 പാനലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് തൽക്കാലം 3.5 കിലോ വാട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഭാവിയിലേക്ക് ഉപയോഗം കൂടുന്ന സമയത്ത് വീണ്ടും 2.5 കിലോ വാട്ടോടെ ആഡ് ചെയ്യാൻ സാധിക്കും. നിലവിൽ 3000 മുതൽ 5000 രൂപ വരെ ബില്ല് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ആപ്റ്റാണ്. ഭാവിയിലേക്ക് ഒരു 8000 മുതൽ 10000 വരെയൊക്കെ ഉപയോഗം അല്ലെങ്കിൽ ബില്ല് ഉയരാൻ സാധ്യതയുള്ളവർക്ക് തൽക്കാലം 3 കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പിന്നീട് 5 കിലോ വാട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ 5 കിലോ വാട്ട് ഓൺ ഗ്രിഡിന് വേണ്ടിയാണ് ഫീസിബിലിറ്റി എടുത്തിരിക്കുന്നതിന് ശേഷം പിന്നീട് പാനൽ ആഡ് ചെയ്ത് 5 കിലോ വാട്ട് ഫുൾ സ്വിങ്ങിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ 6 പാനലുകൾ ഉപയോഗിച്ച് 3.5 കിലോ വാട്ട് പാനലും അതുപോലെ തന്നെ 5 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടറുമാണ് നമ്മൾ ഇനിഷ്യലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ താഴെഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റോട്ടറി ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. 2 സ്ട്രിങ് കണക്ട് ചെയ്യാവുന്ന 2 MPPT പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ഡോങ്കിൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. AC ഔട്ട് വരുന്നതാണ്. കൃത്യമായിട്ടുള്ള ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ മെറ്റൽ പാർട്ടുകൾ എർത്ത് ചെയ്തിട്ടുണ്ട്. AC എർത്തിങ് DC എർത്തിങ്ങുകൾ തമ്മിൽ മിനിമം 3 മീറ്റർ മുകളിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. 1.2 മീറ്റർ എർത്ത് റോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 SWG കോപ്പർ കണ്ടക്ടറാണ് എർത്തിങ്ങിന് വേണ്ടി ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഭാവിയിലേക്ക് പാനൽ ആഡ് ചെയ്യത്തക്ക രീതിയിൽ ഫ്യൂച്ചർ സ്കോപ്പ് ഇനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. 3 കിലോ വാട്ട് പാനൽ തൽക്കാലത്തെ ഉപയോഗത്തിന് വേണ്ടിയും ഭാവിയിലേക്ക് ഉപയോഗം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു EV ഒക്കെ മേടിക്കുന്ന സമയത്ത് വീണ്ടും ഒരു 2.5 കിലോ വാട്ടോടെ ആഡ് ചെയ്യത്തക്ക രീതിയിലാണ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ്. 10 വർഷം ഓൺ സൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി ഈ മോഡലിന് വാറണ്ടി കൊടുക്കുന്നത്. നമുക്ക് 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം സബ്സിഡി ഇല്ലാതെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഏകദേശം 1.6 lakhs മുതൽ മുകളിലേക്ക് അതിൻ്റെ ഒരു എമൗണ്ട് വരും. അതായത് ഇപ്പോൾ നമുക്ക് നിലവിൽ ഹാഫ് കട്ട് മോണോപ്പർക്കുകൾ ഓൾറെഡി ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. പല കമ്പനികളിലും നമുക്ക് അവൈലബിൾ അല്ല.
ബൈഫേഷ്യൽ പോലുള്ള പാനലുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. സാധാ മോണോപ്പർക്ക് അല്ലെങ്കിൽ ബാക്ക് ഷീറ്റ് വരുന്ന പാനലുകൾ ഇപ്പോൾ വളരെ കുറവാണ്. ബൈഫേഷ്യൽ പാനലുകൾ കൂടുതലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് കോൺ റേഞ്ചിൽ വരുന്ന പല വാട്ട്സിൽ വരുന്ന പാനലുകളുണ്ട്. അതിനും പല ജനറേഷനുകളുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിലൊക്കെ വരുന്ന പാനൽ വരുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ കോസ്റ്റ് വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാനലിൻ്റെ ബ്രാൻഡ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറിൻ്റെ വാറണ്ടി, ഉപയോഗിക്കുന്ന സ്വിച്ച് ഗിയറുകളുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമുക്ക് പല റേഞ്ചിലുള്ള DBകൾ പോലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രീമിയം DBs ഉണ്ട്, ആവറേജ് DBകളുണ്ട്. നമ്മൾ വർക്ക്മാൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. സാധാരണ വയറിങ് ചെയ്യുന്ന ആൾക്കാർ വന്ന് സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര കൊണ്ട് പ്രോപ്പർ ആണെന്നില്ല. പിന്നെ എർത്തിങ് ഒക്കെ എത്രത്തോളം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന കോപ്പർ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന MC4 കണക്ടറുകൾ പോലും പല ക്വാളിറ്റിയിൽ വരുന്നവയുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കോസ്റ്റ് നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇൻസ്റ്റാളറും നമ്മുടെ വീടും അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സ്ഥലമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതൊക്കെ വളരെ പല ഫാക്ടേഴ്സാണ്. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻസി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ആണ്. B ക്ലാസ് ലൈസൻസോടുകൂടി വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.